ഇപ്രകാരം ലക്ഷ്മണൻ ഉപദേശം കൊടുത്ത് ഉടനെ ശ്രീരാമസ്വാമി അമ്മയുടെ നേരെ തിരിഞ്ഞു. അമ്മയെ ആലിംഗനം ചെയ്ത് അമ്മയോട് പറയാണ്, അമ്മേ, ജീവിതത്തിൽ ഒരു ഭാര്യയുടെ ധർമ്മം അമ്മ മറന്നുപോകരുത്. സ്വന്തം അമ്മയ്ക്ക് പത്നിധർമ്മം പറഞ്ഞു കൊടുക്കുകയാണ് രാമൻ. എന്താണ് പത്നിധർമ്മം? അമ്മയോട് പറയണു, അമ്മേ, അച്ഛന്റെ ആഗ്രഹം എന്താണോ അത് തന്നെയായിരിക്കണം അമ്മയുടെയും ആഗ്രഹം. നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാൽ അച്ഛന് പ്രായം കൂടുന്തോറും അച്ഛനെ വിട്ട് അമ്മയുടെ മക്കളുടെ പിന്നാലെ പോകുന്ന അമ്മമാരുടെ ലോകത്തിലാണിപ്പം നമ്മൾ ഇരിക്കുന്നത്. അവിടെയാണ് നമുക്കുള്ളൊരു വലിയൊരു ധാർമ്മിക ബോധം ഉണ്ടാക്കിത്തരുന്നത് രാമായണം. എന്ത്? നാം ആരെയാണോ സ്വീകരിച്ചിരിക്കുന്നത് അവരെ തന്നെ സേവിച്ചുകൊണ്ട് നമ്മുടെ ധർമ്മം, കടമ നിറവേറ്റണം. ഈ ധർമ്മം എന്നുള്ള വാക്ക് എന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിത് ചെയ്യണം എന്ന് വല്ലവരും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, ഇത് ഞാൻ മാത്രമാണോ ചെയ്യേണ്ടത്, മറ്റുള്ളവർക്കും കൂടി തോന്നണ്ടേ ബോധം? എപ്പോഴും നമ്മൾ വിലപേശും ധർമ്മത്തിന്റെ പേരിൽ. എന്തിനാണ് ഈ ധർമ്മം പറയുന്നത്? ഞാൻ മറ്റൊരാളെ സേവിക്കുന്നത്, വാസ്തവത്തിൽ ഞാൻ സേവിക്കുന്നത് എന്റെ ആത്മാവിനെ തന്നെയാണ്. അയാളൊരു നിമിത്തം മാത്രമാണ്, ഉപകരണം മാത്രമാണ്. ആ വ്യക്തിയല്ല ഞാൻ സേവിക്കുന്നത്, വ്യക്തിയിലുള്ള ആ ചൈതന്യത്തെയാണ്. ആ വ്യക്തിയിലുള്ള ചൈതന്യത്തെ സേവിക്കുന്നത് എന്റെ ആത്മാവിനെ സേവിക്കുന്നതിന് തുല്യമാണ്. ഈ ബോധമൊന്നും ഇന്നത്തെ തലമുറകൾക്കില്ല. ആ വ്യക്തിയാണ് കാണുന്നത്. സ്നേഹം എന്നുള്ളത് കുറഞ്ഞു വരികയാണ്. സേവനഭാവം കുറഞ്ഞു വരികയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ. മുത്തശ്ശനായിട്ടുണ്ട് രണ്ടുപേരും, മുത്തശ്ശിയായിട്ടുണ്ട്. അപ്പൊ ഹോട്ടലിൽ ഓർഡർ ചെയ്യാൻ വന്നപ്പോ എന്താ ഓർഡർ കൊടുക്കുക? അപ്പോ മുത്തശ്ശൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എനിക്ക് പൂരിയും ഭാജിയും കൂടി തന്നേക്കുമെന്ന്. ഭാര്യയോട് വെച്ച് എന്താ വേണ്ടതെന്ന്, ഒരു ജ്യൂസ് തന്നേക്കുമെന്ന്. അപ്പൊ അയാളത് കൊണ്ടു കൊടുത്തു. മുത്തശ്ശന്റെ കഴിക്കൽ കഴിഞ്ഞപ്പോ ഇനി എന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പം മുത്തശ്ശി പറഞ്ഞു, എനിക്കും വേണം പൂരിയും ഭാജിയും. മുത്തശ്ശനോട് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം, എനിക്കൊരു ജ്യൂസും വേണമെന്ന്. ഈ സപ്ലയർ ചോദിച്ചു, എന്നാ നിങ്ങൾക്ക് ഒന്നിച്ച് ഓർഡർ തരാനില്ലേ? ഉടനെ മുത്തശ്ശി പറയുകയാണ്, മുത്തശ്ശന്റെ കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിയാൻ, കാരണം പല്ല അദ്ദേഹത്തിന്റെ വായിലാണെന്ന്. രണ്ടുപേർക്കും കൂടിയും ഒരു സെറ്റ് പല്ലേ ഉള്ളൂ. ആ മുത്തശ്ശന്റെ പല്ലെടുത്തിട്ട് വേണം മുത്തശ്ശി കഴിക്കില്ല. അതാണ് സ്നേഹമെന്തെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരേ മനസ്സോട് കൂടിയിട്ട് ജീവിക്കുന്ന രണ്ടാളുകൾ ഇന്ന് നമുക്ക് കാണാൻ പ്രയാസമാണ്. ഇന്ന് അങ്ങനെയുള്ളവരൊന്നും കാണാൻ പറ്റില്ല. മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന ലോകത്തിലപ്പം നമ്മളിരിക്കുന്നത്, അല്ലേ? അത്ര മാറിക്കഴിഞ്ഞു പറയാൻ. അപ്പൊ ഇതൊക്കെ ഒരു ലോകജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, എത്രമാത്രം നമ്മളിന്ന് കാണുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ നിന്ന് പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ ഓർത്തു വയ്ക്കണം, നാം വിവാഹ ജീവിതം നയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊരാളെ സേവിച്ചുകൊള്ളാമെന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇനി ഒരിക്കലും അല്ലെങ്കിൽ പിന്നെ നേരത്തെ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കരുതായിരുന്നോ? എടുത്തോ എന്നാ പിന്നെ അതിലൂടെ കടന്നു പോകണം. പണ്ടുള്ളവർ പറയാറില്ലേ, ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറി തന്നെ കിട്ടിയതിനെ വെച്ചിട്ട് മുന്നോട്ട് പോവുക തന്നെ, വേറെ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ കടമ നിറവേറ്റുമ്പോഴും മനസ്സിലാക്കണം, ഞാൻ ഈ കടമകളൊക്കെ നിറവേറ്റുന്നത് എന്റെ മനസ്സിനെ എന്റെ ആത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ഒരാളെ സേവിച്ചുകൊണ്ട് മാത്രം പോവല്ല ഞാൻ ചെയ്യുന്നത്, ഉള്ളിലും ഒരു സേവനം നടക്കുന്നുണ്ട് എന്ന്. ഈ സംസ്കാരങ്ങളൊക്കെ ഉണ്ടാവാനാണ് അമ്മേ അച്ഛനെ അമ്മ സേവിക്കേണ്ടത്, എന്റെ കൂടെ വരികയല്ല അമ്മ ചെയ്യേണ്ടത് എന്ന്. ഇന്ന് ലോകത്തിലുള്ള സകല അമ്മമാരോടും രാമന്മാർക്ക് പറയാനുള്ളതൊക്കെ ഇതാണ്. നിങ്ങൾ സേവിക്കൂ മറ്റൊരാളെ. ആരെയാണോ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അവരെ സേവിക്കൂ. ഇത് തന്നെയായിരിക്കണം അമ്മമാര് പുത്രന്മാര് കല്യാണം കഴിക്കുമ്പോഴും പറയേണ്ടത്. ഇത് തന്നെയായിരിക്കണം പുത്രിമാര് കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അമ്മമാര് പറയേണ്ടത്. എന്താ പറയേണ്ടത്? ഇനി നിന്റെ ധർമ്മം ഞങ്ങളെ നോക്കലല്ല, നീ ആരെയാണോ വിവാഹം കഴിക്കുന്നത് അവരെ ശുശ്രൂഷിക്കലാണ് നിന്റെ ധർമ്മം. ഭർത്തൃ ശുശ്രൂഷണം സ്ത്രീറാം. എത്ര അമ്മമാരിത് പറയും?
എത്ര അമ്മമാരിത് പറയുന്നുള്ളത് വളരെ വളരെ ഇന്നത്തെ കാലത്ത് കണ്ടറിയണം. അമ്മായിയമ്മ പോരൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങിയാൽ. ഇപ്രകാരം ശ്രീരാമസ്വാമി അമ്മയെ ഇതെല്ലാം പറഞ്ഞ് ഓർമ്മിപ്പിച്ചതിന് ശേഷം അമ്മയോട് പറഞ്ഞു, അമ്മേ 14 വർഷമല്ലേ വേണ്ടൂ, അച്ഛനെ സേവിക്കൂ. കൈകേയി മാതാവിനോട് ഒരിക്കലും വിരോധമുണ്ടാവരുത്. അച്ഛന് ഒരു തരത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്. വളരെ സന്തോഷത്തോടെ അച്ഛനെ പരിപാലിക്കൂ. 14 വർഷം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമല്ലോ. അതെല്ലാം പറഞ്ഞതും പിന്നെ അമ്മയുടെ പ്രാർത്ഥന മാറി. നേരത്തെ എന്നെ കൂട്ടിക്കൊണ്ടുപോകണം എന്ന് പറഞ്ഞ അമ്മ പിന്നെ പ്രാർത്ഥിക്കുന്നത്, പരദേവതകളെ, ജഗദീശ്വരന്മാരെ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബോധമില്ലാതെ തളർന്നുറങ്ങുമ്പോഴും എന്റെ ഉണ്ണിയെ പരിപാലിക്കണമേ, ആ ഉണ്ണിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും കാട്ടിലുണ്ടാവരുതേ എന്നെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരമ്മയായി തീർന്നു. ആര്? കൗസല്യാമാതാവ്. നേരത്തെ സ്വന്തം ജീവിതത്തെ ശപിച്ച കൗസല്യാമാതാവ് പുത്രനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാവത്തിലേക്ക് ഉയർന്നു പറയാണ്. അതാണ് സൽപുത്രന്മാര് വരുമ്പോണ്ടല്ലോ അമ്മമാര് പോലും ഉയരുന്നു പറയാണ്. അതൊക്കെ രാമായണത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു പുത്രൻ സൽപുത്രനായപ്പോ അമ്മയെപ്പോലും ഉയർത്തി. ഇങ്ങനെ അവിടെ നിന്ന് ശ്രീരാമസ്വാമി യാത്ര പറയുമ്പോ ലക്ഷ്മണൻ കൈകൂപ്പി മുന്നിൽ നിന്നു. അങ്ങ് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്നെയും കൂടെ കൊണ്ടുപോകണം. അങ്ങയെ സേവിക്കാനാണ് എന്റെ ജീവിതം ഞാൻ വച്ചിരിക്കുന്നത്. അങ്ങ് എന്നെ കൈവിട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല. ഇത് പറഞ്ഞതും ശ്രീരാമസ്വാമി പറഞ്ഞു, ലക്ഷ്മണ, ഭരതൻ ഇപ്പോ പോയിരിക്കുകയാണ് സ്വന്തം അച്ഛന്റെ വീട്ടിലേക്ക്. അച്ഛനാണെങ്കിൽ തളർന്നിരിക്കണോ. കൈകേയി മാതാവിന്റെ അടുത്ത് അച്ഛൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛനെ ശുശ്രൂഷിക്കാൻ ഒരാൾ വേണം. അച്ഛന്റെ അടുത്ത് ഒരാൾ വേണ്ടേ? നീ വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ പറയാണ്, ഭരതനെ ആളയക്കാൻ ഇപ്പൊ തന്നെ പോവും. ഭരതൻ എത്രയും വേഗം, കാരണം പട്ടാഭിഷേകം ചെയ്യണം. ഭരതൻ ഇവിടെ വരും. അങ്ങ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തരുത്. എനിക്ക് അങ്ങില്ലാതെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ സാധ്യമല്ല. കാട്ടിൽ അങ്ങയ്ക്ക് വേണ്ടുന്ന സകല പരിചരണങ്ങളും ഞാനിതാ ചെയ്യാൻ വരുന്നു. എന്നെ കൈവിടരുതെന്ന് പറഞ്ഞപ്പോ ശ്രീരാമസ്വാമി സന്തോഷത്തോടുകൂടി ലക്ഷ്മണനോടും തന്റെ കൂടെ വരാൻ പറഞ്ഞു. ലക്ഷ്മണനോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഒന്ന് ഫാമിലി ഒന്നിച്ചു വന്നോളൂ പറഞ്ഞില്ല. ആരെ കൂട്ടാൻ പറഞ്ഞില്ല? ഊർമിളയെ കൂട്ടാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് സീതാദേവിയുടെ അടുത്തേക്ക് പോവുകയാണ്. ശ്രീരാമസ്വാമിയെ സംബന്ധിച്ച് രണ്ടാമത്തൊരു യാത്ര സീതയിൽ നിന്നാണ് കിട്ടേണ്ടത്. അവിടെ ചെന്ന് സീതയെ കൈകൂപ്പി സീത സ്വീകരിക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, അങ്കാരൂഢനായി സൈന്യങ്ങളും അതുപോലെ തന്നെ കുതിരയൊക്കെ ഇല്ലാതെ കാൽനടയായിട്ട് അങ്ങ് ഇങ്ങോട്ട് വരുന്നു. എന്താ അങ്ങ് ഇങ്ങനെ വരുന്നത്? ഇന്ന് അഭിഷേക ദിനാണല്ലേ, എന്താ മന്ത്രിമാരെയും കാണുന്നില്ല, എന്താണ് അവിടുന്ന് ഇങ്ങനെ വരുന്നത് എന്ന്. ഉടനെ സീതാദേവിയോട് പറയാണ്, അഭിഷേകത്തിലേക്കല്ല ഞാനിന്ന് പോകുന്നത്, ഞാൻ വനത്തിലേക്കാണ് പോകുന്നത് എന്ന്. സീതയ്ക്ക് തല തിരിയുന്നത് പോലെ തോന്നി. സീതയെ അടുത്തിരുത്തിക്കൊണ്ട് ഈ കഥകളൊക്കെ പറഞ്ഞു. ചെറിയമ്മ അച്ഛനിൽ നിന്ന് 2 വരം വാങ്ങിച്ചതും രാജ്യം ഭരതന് കൊടുക്കേണ്ടതും തനിക്ക് കാനനവാസമാണ് തന്നതെന്നും, സീതയെ അച്ഛന്റെ വാക്കുകളെ മാനിക്കാൻ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്, നീ എനിക്ക് യാത്രയയപ്പ് തരണം. 14 കൊല്ലം അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് അച്ഛനെ നോക്കിക്കൊണ്ട് ആരോടും യാതൊരു വിധത്തിലുള്ള പിണക്കങ്ങളും ഉണ്ടാക്കാതെ ഭരതനെയും ഭരതന്റെ അമ്മയായ കൈകേയി മാതാവിനെയൊക്കെ വണങ്ങിക്കൊണ്ട് നീ 14 വർഷം കാത്തിരിക്കൂ, ഞാൻ സുഖമായി കാനനവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്, എനിക്ക് യാത്രാനുമതി തരണം എന്ന് പറഞ്ഞപ്പോ അവിടെ വച്ച് സീതാദേവി രാമനോട് പറയുകയാണ്, അങ്ങില്ലാത്ത അയോധ്യ എനിക്ക് അയോധ്യയല്ല, എനിക്ക് കാനനവാസമാണ്. അങ്ങ് കാട്ടിലാണെങ്കിൽ എന്റെ അയോധ്യയും കാട് തന്നെയാണ്, അതാണ് എനിക്ക് സ്വർഗം. ഭർത്താവിനെ പിന്തുടരേണ്ടവളായ ഞാൻ അങ്ങയെ കാട്ടിലാക്കിയിട്ട് ഈ അയോധ്യയിൽ ജീവിക്കുന്നത് ഒരു ഭാര്യയ്ക്ക് ചേർന്ന ജീവിതമല്ലത്. അതുകൊണ്ട് എന്നെയും അങ്ങ് കാട്ടിലേക്ക് കൊണ്ടുപോവാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോ ശ്രീരാമസ്വാമി ചില ന്യായങ്ങളൊക്കെ വെച്ചു. എന്താ സീതയെ, പൊതുവെ സ്ത്രീകൾ ദുർബലരാണ്, എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പേടിക്കുന്നവരാണ്. സിംഹങ്ങളുടെ കലർച്ച കേട്ടാൽ എനിക്ക് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ നേരണ്ടാവുള്ളൂ, ഇടയ്ക്കിടയ്ക്കൊക്കെ നിനക്ക് ബോധക്കേടുണ്ടാവും. ഇനി രണ്ടാമത് കാട്ടിലാണെങ്കിൽ റോട്ടിലെ പോലെ നല്ല വഴികളുണ്ടാവുമോ? കല്ലും മുള്ളുകളും നിറഞ്ഞിരിക്കുന്ന വഴി. നിന്റെ ഈ പൂമെത്ത പോലുള്ള കാലുകളൊന്നും കാട്ടിൽ നടക്കാൻ പറ്റിയതല്ല. ഇനി വീടുണ്ടോ കാട്ടില്? നിലത്ത് കിടന്നുറങ്ങണം. ഇനി കഴിക്കാൻ ഭക്ഷണമുണ്ടോ?
ഫലമൂലാദികൾ കഴിക്കണം. അതൊക്കെ പോട്ടെ, ക്രൂര ജന്തുക്കൾ നിറഞ്ഞിരിക്കുന്ന കാട്ടിൽ നീ ജീവിക്കുന്നത് നീ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സീതയെ ഇതൊന്നും ചിന്തിക്കണ്ട. ഇനി ഇതിനേക്കാളും വിഷമം എന്താച്ചാൽ മനുഷ്യനെ പിടിച്ചു തിന്നുന്ന രാക്ഷസന്മാര് നിറഞ്ഞിരിക്കുന്ന കാട്ടിലേക്ക് എന്നെ ഞാൻ കൊണ്ടുപോവേ. സീതേ, ആ മോഹങ്ങളൊക്കെ വിട്ടേക്കൂ, ഞാൻ 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട് എന്ന്. ഇത് കേട്ടപ്പോ സീത പറയാണ്, കാട്ടിൽ എന്നെ രക്ഷിക്കാൻ പറ്റാത്തൊരു ഭർത്താവിന്റെ കൂടെയല്ല ഞാൻ വരുന്നത്. എന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് എന്നെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്ത രാമന്റെ കൂടെയാണ് ഞാൻ എങ്ങോട്ട് വരുന്നത്? കാട്ടിലേക്ക് വരുന്നത്. അപ്പൊ സീതയ്ക്ക് നല്ല ബോധ്യമുണ്ട്. എന്ത്? ശ്രീരാമസ്വാമി എന്നെ രക്ഷിക്കുന്ന, സംരക്ഷിച്ചുകൊള്ളാന്നുള്ള ഗ്യാരണ്ടിയിലാണല്ലോ കല്യാണം കഴിക്കുന്നത്, അല്ലേ? അപ്പൊ അപ്രകാരം നോക്കുന്നുള്ളൊരു ഉറപ്പുണ്ട് എനിക്ക്. അതുകൊണ്ട് അങ്ങില്ലാത്ത അയോധ്യയിൽ എനിക്ക് താമസിക്കാൻ സാധ്യമല്ല. അങ്ങ് ആരണ്യത്തിലാണെങ്കിൽ എനിക്കും ആരണ്യം തന്നെ എന്ന് പറഞ്ഞപ്പോ സീതയെ, വിഷമം പിടിച്ച യാത്രയാണത് എന്ന്. അച്ഛന്റെ വാക്കുകൾ സത്യമാക്കി തീർക്കാൻ അങ്ങയ്ക്ക് കാട്ടിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ അങ്ങയുടെ അച്ഛന്റെ വാക്കുകൾ അങ്ങ് സത്യമാക്കി തീർക്കുന്നത് പോലെ എന്റെ വാക്കുകൾ എനിക്കും സത്യമാക്കി തീർക്കേണ്ടതുണ്ട്. ഒരു പത്നിയുടെ ധർമ്മം എപ്രകാരമാണോ സൂര്യന്റെ പിന്നാലെ നിഴൽ പോകുന്നത്, അതുപോലെ ഭർത്താവാകുന്ന സൂര്യന്റെ പിന്നാലെ ഒരു നിഴല് പോലെ പോണം ആര്? ഭാര്യ. എനിക്ക് തോന്നുന്നു അന്ന് മുതലാണ് ഭർത്താവ് മുന്നിലും ഭാര്യ പിന്നിലും നടക്കുന്ന കാലം വന്നത് എന്ന്. അപ്രകാരം ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതാണ് ഭാര്യയുടെ ധർമ്മമെന്ന് സീതാദേവി രാമനെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് അവിടെ. ഇതൊക്കെ ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗങ്ങളാണ്. തന്റെ ഭർത്താവ് എങ്ങനെയുള്ള ആളായാലും ശരി, അയാളെ ശുശ്രൂഷിക്കേണ്ടത് തന്റെ ഏറ്റവും വലിയ കടമയാണെന്ന് മറന്നു പോകുന്നതാണ് ഇന്ന് കുടുംബ കലഹങ്ങൾക്കൊക്കെ ഒരു പ്രധാന കാരണം. ഡൈവോഴ്സൊക്കെ കൂടാനുള്ള കാരണം അതാണ്, അല്ലേ? കല്യാണം കഴിക്കുമ്പോൾ തന്നെ അച്ഛനമ്മമാരെ ഉറപ്പിക്കണം. എന്തിനാ കല്യാണം കഴിക്കുന്നത്? വിവാഹം കഴിക്കുന്നത് മറ്റൊരാളെ സേവിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. ഇത് മറന്നുപോവുകയാണ്. ഇപ്പോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം ആരെ സേവിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഞാൻ ഹാർഡ്വെയർ ആണെന്നുള്ളതാണ്. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളെ നോക്കാനല്ല, നിങ്ങൾ എന്നെ നോക്കാനാണ്. നോക്കൂ, അവിടെ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. രണ്ടുപേര് തുല്യ നിലയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഭാരതത്തില് ഭർത്താവിനേക്കാളും കുറച്ചുകൂടി പ്രായവും മറ്റും ഭാര്യയ്ക്ക് കുറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നത്. ഒരേ പ്രായക്കാരായ വലിയ പ്രശ്നം, പിന്നെ റെസ്പെക്ട് കുറയും. അതുകൊണ്ട് ഭാര്യ എപ്പോഴും ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യുന്നൊരു സംസ്കാരം ഭാരതത്തിലേ ഉള്ളൂ. പണ്ട് കാലത്ത് പേര് വിളിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു ഭർത്താവിനെ. അത് പിന്നീട് പോയി 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 ആദ്യമൊക്കെ നോക്കൂ നോക്കൂ നോക്കിയാ വിളിക്കുക ഭർത്താവിനോട്. പിന്നത് കഴിഞ്ഞിട്ട് ഏട്ടാ ചേട്ടാ എന്നുള്ളൊരു പേരിന്റെ ഒരു കാലമായി. ഇപ്പൊ അതും പോയി രമേശ് ഇവിടെ വരൂ, കേശവ ഇവിടെ വരുമെന്ന്. ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എടാ രമേശ ഇവിടെ വരുമെന്ന്. ആ ഒരു കാലം വന്നു കഴിഞ്ഞു. അതൊക്കെ ഇനിയൊന്നും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് പണ്ടുള്ളവരുടെ ഒന്നും ആ ഒരു സ്നേഹത്തിന്റെ ആഴം ഇന്നത്തെ തലമുറകളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഉണ്ടോ? അന്ന് അത്രമാത്രം സമർപ്പിതമായിരുന്നു ജീവിതം. ഭർത്താവ് എങ്ങനെയുള്ള ഒരുത്തനായാലും ശരി, അയാളുടെ സ്വഭാവം പലതും ഇഷ്ടപ്പെടില്ല, തനിക്ക് പലതും ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാലും അത് അതുപോലെ അങ്ങോട്ട് സ്വീകരിച്ചുകൊണ്ട് തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള സേവനങ്ങൾ ചെയ്ത് ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു പറയാൻ. ആ സംസ്കാരാദികൾ ഇന്ന് ചുരുങ്ങി വരുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് കുടുംബ കലഹങ്ങളും അതുപോലെ തന്നെ ഡൈവേഴ്സുകളൊക്കെ കൂടുന്നത്. സാധാരണ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഈ ഡൈവേഴ്സിന് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ശരിയാവില്ല എന്നാണ്. അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ശരിയാവുക, ഒരാള് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്താലേ മറ്റൊരാളെ സേവിച്ചാലേ അഡ്ജസ്റ്റ്മെന്റ് ശരിയാവുള്ളൂ. രണ്ടുപേർക്ക് ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഒരാൾ പിടിവാശി കാണിച്ചാൽ മറ്റൊരാൾ അഡ്ജസ്റ്റ് ചെയ്യണം. സീതാദേവി ശ്രീരാമസ്വാമിയുടെ കൂടെ വരുമെന്ന് നിർബന്ധം പിടിച്ചപ്പോ ശ്രീരാമസ്വാമി പറഞ്ഞു, ശരി സീതേ, നീയും കൂടെ വന്നോളൂ. അങ്ങനെ 3 പേരായി കമ്പനിയിൽ. ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നു സീതയെങ്കിൽ സീതാദേവി എന്തായിരിക്കും പറയാ രാമനോട്? ഓക്കെ രാമ, പോയിട്ട് വരൂ, 14 years അല്ലേ, ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച്. കാരണം ഇത്ര അധികം സീരിയലുകളും അതുപോലെ വീട്ടിൽ സുഖസൗകര്യങ്ങളൊക്കെ വിട്ട് ഇന്നത്തെ സീതമാരൊന്നും ഒരു കാട്ടിലേക്കും പോവില്ല. നല്ല ഗ്യാരണ്ടി ഉണ്ട്, നല്ല ഉറപ്പാണത്. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് ചോദിക്കട്ടെ,
അദ്ദേഹം പറയാണ്, ഞാൻ ഇവിടുന്ന് പോവാണ് ജോലിക്ക് വേണ്ടിയിട്ട്. അവിടെ വെള്ളം കിട്ടില്ല, മര്യാദയ്ക്ക് വീടില്ല താമസിക്കാൻ, സൗകര്യങ്ങളൊന്നുമില്ല. ഒരു 10 വർഷം കമ്പനി എനിക്ക് ട്രാൻസ്ഫർ വന്നിരിക്കുകയാണ് മരുഭൂമിയിൽ ജോലി ചെയ്യാൻ. അവിടെ ഒരു സൗകര്യങ്ങളുമില്ല. നിങ്ങൾ എത്ര ഭാര്യമാര് കൂടെ പോകുന്നാല് നോക്കൂ, ഭർത്തൃശുശ്രൂഷണം സ്ത്രീനാം പരോധർമ്മോ, ഭർത്താവിനെ എള്ളുപോലെ പിന്തുടലാണ് എന്റെ ലക്ഷ്യം. അതാണ് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഏറ്റെടുത്തത്. അതുകൊണ്ട് നിങ്ങളുടെ സുഖമാണ് എന്റെ സുഖം എന്ന് പറഞ്ഞ് എത്ര പേര് പോവും? നിങ്ങൾ പറയുമെന്താണെന്നറിയോ? ശരി, നോക്കണം കേട്ടോ തടി എന്നുവെച്ചാൽ ഞാൻ നിങ്ങളുടെ തടിയൊന്നും നോക്കാൻ വരുന്നില്ല. നോക്കിക്കോളൂ കേട്ടോ, ആരോഗ്യമൊക്കെ നോക്കിക്കോളൂ എന്ന്. ഭക്ഷണമൊക്കെ വേണ്ട വിധത്തിൽ വെച്ച് കഴിച്ചോളും. എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ എനിക്ക് എഴുതിയാൽ മതിയെന്ന്. സാമ്പാർ ഉണ്ടാക്കേണ്ടത് എഴുതിയാൽ ഞാൻ പറഞ്ഞുതരാമെന്ന്. ഇപ്രകാരം ഭർത്താവിനെ പറഞ്ഞേക്കും, ഭാര്യ വീട്ടിൽ തന്നെ എന്ന് പറയാം. ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ട് എന്ന്. ആ സീതാദേവി സകല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിറഞ്ഞ കാട്ടിലേക്ക് ശ്രീരാമസ്വാമിയുടെ കൂടെ പോവാൻ നിശ്ചയിച്ചു. എവിടെ ജനിച്ച ആളാണ് പോകുന്നത്? കൊട്ടാരത്തിൽ ജനിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളിലും ജനിച്ച ആള് എല്ലാ സുഖങ്ങളെയും ത്യാഗം ചെയ്ത് പോവാൻ നിശ്ചയിച്ചു. അങ്ങനെ അവര് എല്ലാവരും കൂടെ അച്ഛനോട് അനുമതി മേടിക്കാൻ വേണ്ടി വീണ്ടും അച്ഛന്റെ അടുത്തേക്ക് എത്തുകയാണ്. അവിടെ ചെന്നു. അച്ഛൻ രാമനെ കണ്ടതും പൊട്ടിക്കരയാൻ തുടങ്ങി. ഉടനെ ശ്രീരാമസ്വാമി പോവാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് ദശരഥൻ വീണ്ടും ഉറക്കെ പറയുകയാണ്, സൈന്യങ്ങളും ഖജനാവും അതുപോലെ തന്നെ പൗരന്മാരും എല്ലാവരും ശ്രീരാമസ്വാമിയെ കാട്ടിൽ അനുഗമിക്കട്ടെ എന്ന്. എന്റെ ഉണ്ണിക്ക് കാട്ടിൽ യാതൊരു അസൗകര്യം ഉണ്ടാവരുത്. 14 അക്ഷൗഹിണിയും കാട്ടിൽ പോയി ശ്രീരാമസ്വാമിയെ സേവിക്കട്ടെ എന്ന് എല്ലാവരെയും കാട്ടിലേക്ക് പറഞ്ഞേക്കാൻ നിശ്ചയിക്കുകയാണ്. അത് കേട്ടതും കൈകേയി ചോദിക്കുകയാണ്, പ്രജകളും സൈന്യവും സമ്പത്തുമില്ലാത്ത രാജ്യം എന്റെ ഭരതന് വേണ്ടാന്ന്. രാമൻ ഏകനായി പോകണം, പത്നിക്ക് പോയിക്കോട്ടെ, പക്ഷേ രാജ്യത്തുള്ള ഒന്നും രാമൻ കൊണ്ടുപോവാൻ പാടില്ല എന്ന് മാത്രല്ല, അകത്തുപോയി 3 ഉടുക്കാനുള്ള മരവുരി എടുത്തു കൊണ്ടുവന്ന് ഒന്ന് രാമനും മറ്റൊന്ന് ലക്ഷ്മണനും സീതയ്ക്കും കൊടുത്തു. രാമന് കിട്ടിയ സമയം രാമൻ വലിച്ചു കൊടുത്തു. കാരണം പണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പോയൊരു എക്സ്പീരിയൻസും ഉണ്ടല്ലോ. ശ്രീരാമസ്വാമി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലക്ഷ്മണനും. യാതൊരു പരാതിയില്ലാതെ സീതാദേവി കൊരങ്ങനാവ കിട്ടിയതുപോലെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിങ്ങനെ നോക്കിയത് എന്താ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ശ്രീരാമസ്വാമി ആ മരവുരി വാങ്ങിച്ച് സീതയുടെ വസ്ത്രത്തിന്റെ മുകളിൽ വെച്ച് കെട്ടി. അത് കണ്ടതും കോപം വന്നു വസിഷ്ഠർക്ക്, സുമന്ത്രരൊക്കെ. ദുഷ്ടേ നിശാചരി, ഓ ക്രൂരേ, സീത എന്ത് തെറ്റ് ചെയ്തു? സീതയ്ക്കല്ലല്ലോ വനവാസം വെച്ചത്, രാമനല്ലേ വനവാസം വെച്ചത്. ഈ ആരാണ് ഈ സീതയ്ക്ക് ഇങ്ങനെ മരവുരി കൊടുക്കാൻ? ഇത്ര ദുർബുദ്ധിയായി പോയല്ലോ, നിന്റെ മനസ്സിത്ര ക്രൂരമായല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് വാൽമീകി രാമായണത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. സുമന്ത്രര് ദശരഥ മഹാരാജാവിനോട് പറയും, ഈ കൈകേയിയുടെ അച്ഛൻ ചെയ്തതുപോലെ ഇപ്പോ അങ്ങും ചെയ്യണമെന്ന്. അതെന്താ അച്ഛൻ ചെയ്തതുപോലെ ചെയ്യേണ്ടത്? പണ്ട് കേകയ രാജ്യത്തിന്റെ രാജാവായിരുന്നു അശ്വപതി മഹാരാജാവ്. അദ്ദേഹത്തിന് ഒരിക്കൽ മഹർഷിയിൽ നിന്നൊരു വരം കിട്ടി. എന്താ വരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവജാലങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം അദ്ദേഹത്തിന് അവരുടെ ഭാഷ അറിയും, അവർ പറയുന്നത് കേൾക്കാനുള്ളൊരു കഴിവുണ്ട്. അത് അദ്ദേഹത്തിന് ആ സിദ്ധി കൊടുത്തു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, മറ്റുള്ള ജീവജാലങ്ങൾ എന്തെങ്കിലും പറയുന്നത് അങ്ങ് മറ്റൊരാളോട് പറഞ്ഞാൽ അപ്പോ മൃത്യു സംഭവിക്കുന്നു. അങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട്. ഒരിക്കല് കൈകേയി ദേവിയുടെ അമ്മയും അശ്വപതി മഹാരാജാവും ഉദ്യാനത്തിൽ ഇങ്ങനെ ഊഞ്ഞാലിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പൊട്ടിച്ചിരിച്ചു. അപ്പൊ എന്തിനാ ചിരിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞു, നോക്കൂ, ഒരു കൂട്ടം ഉറുമ്പുകള് അവരൊരു തമാശ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് കേട്ടപ്പോ ചിരി വന്നു എന്ന്. എന്ത് തമാശയാ പറഞ്ഞതെന്ന്. തമാശയെങ്ങാനും ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്താൽ ഓൺ ദ സ്പോട്ടിൽ മരണ. അത് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല ഇപ്പം പറഞ്ഞു തരാന്ന്. എന്താ പറഞ്ഞതെന്ന്? അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങ് എന്നെ പരിഹസിക്കുകയാണ്, എന്നെ കളിയാക്കുകയാണ്. എന്തോ ഉള്ളിൽ വെച്ചിട്ടാണ് അങ്ങത് പറയുന്നത്. എന്താ പറയാനുള്ളത് പറയൂന്ന് പറഞ്ഞു. ദേവി, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൃത്യു സംഭവിക്കുന്നു. ഉടനെ ഭാര്യ പറയണത് എന്താ അറിയോ? നിങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, അത് പറഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ രാജാവിന് വേറെ വഴിയൊന്നുമില്ല. രാജാവ് മന്ത്രിമാരോടും മറ്റും ആലോചിച്ച് എന്താ ചെയ്യേണ്ടത്. ഉടനെ അവിടുത്തെ മഹാത്മാക്കൾ പറഞ്ഞു, കിട്ടിയ സമയം കൊണ്ട് ഇനി കൂടുതലൊന്നും ചിന്തിക്കണ്ട,
ഉപേക്ഷിച്ചേക്കുമെന്ന്. അങ്ങനെ കൈകേയിയുടെ അമ്മയെ അശ്വപതി മഹാരാജാവ് ഉപേക്ഷിച്ചു. ഇപ്പോ അങ്ങെന്ത് വേണം? ധർമ്മം, രാജധർമ്മം തെറ്റിച്ചവളാണ് ഇവള്. കാരണം ഇത്രയും കാലം ഇക്ഷ്വാകുവംശത്തിൽ മൂത്തപുത്രനാണ് രാജ്യം. മൂത്തപുത്രൻ ജീവിച്ചിരിക്കെ രാജ്യം അനുജന് വാങ്ങിച്ചു കൊടുക്കുന്നത് അധർമ്മമാണ്. ഈ അധർമ്മം ചെയ്ത ഇവളെ ഉപേക്ഷിക്കണം എന്ന് സുമന്ത്രര് പറഞ്ഞു കൊടുക്കുകയാണ്. ഉടനെ ദശരഥ മഹാരാജാവ് പറയുന്നത് എന്താണെന്നറിയോ? ഇവളെ ഉപേക്ഷിക്കാൻ സാധ്യമല്ലാത്തതിന് കാരണം 2 വരം ഞാൻ കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു പോയി. അവൾ ആ വരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉപേക്ഷിക്കാൻ സാധ്യമല്ലാതെ വന്നിരിക്കുന്നു. അങ്ങനെ രാമൻ പോവേണ്ടുന്ന ആ ഒരു ഘട്ടം കരഞ്ഞുകൊണ്ട്, രാമ നീ പോയാൽ പിന്നെ പ്രാണനുണ്ടാവില്ലല്ലോ, എനിക്ക് നിന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ലല്ലോ, നീ തിരിച്ചു വന്നാൽ ആലിംഗനം ചെയ്യാൻ ഞാൻ ഉണ്ടാവൂ ഉണ്ണി എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ശ്രീരാമസ്വാമി സൂര്യനുദിക്കാറായി അച്ഛനോട് വിട പറയുകയാണ്. അച്ഛൻ വളരെ പ്രയാസപ്പെട്ട് സുമന്ത്രരോട് പറയുകയാണ്, തേരൊരുക്കൂ, രാമനെ കൊണ്ടുപോകുമെന്ന്. അവിടെ നിന്നും ശ്രീരാമസ്വാമി പോകുന്ന സമയത്ത് പൗരജനങ്ങളെല്ലാം ഉച്ചത്തിൽ കരഞ്ഞു എന്നാണ്. സഹിക്കാൻ പറ്റുന്നില്ലേ വേർപാട് ആർക്കും. അത്രമാത്രം രാമനെ അവര് സ്നേഹിച്ചതിന്റെ ആ ഒരു അനുഭവം അവർ കാണുന്നു. വേദനയോടെ സുമന്ത്രര് കടിഞ്ഞാൻ പിടിച്ചു, തേര് ചലിച്ചു. അതിലേക്ക് ശ്രീരാമസ്വാമിയും സീതയും ലക്ഷ്മണനും ആയുധധാരികളായിട്ട് കയറി മരവുരി ഉടുത്തുകൊണ്ട് അങ്ങനെ തേര് മുന്നോട്ട് പോകുമ്പോൾ പൗരജനങ്ങളെല്ലാം അവരെ അങ്ങോട്ട് പിന്തുടർന്നു. ഇത് കണ്ടതും ദശരഥ മഹാരാജാവ് ബോധം കെട്ടു വീണു. ബോധം വന്നതും കുളമ്പടികൾ കണ്ടുകൊണ്ട് പറഞ്ഞു, എന്റെ ഉണ്ണിപോയ തേരിന്റെ കുളമ്പടികളാണല്ലോ, എന്നെയും എന്താ മൃത്യുദേവൻ കൊണ്ടുപോവാത്തത്? ഈ വിരഹം കാണിപ്പിച്ചുവല്ലോ എന്നെ എന്ന് പറഞ്ഞപ്പം രാജാവിനെ താങ്ങിയെടുക്കാൻ വേണ്ടി വന്നു കൈകേയി. ദുഷ്ടേ, ഇനി നീ എന്നെ തൊട്ടുപോകരുത്, നീ വിധവയായി തീർന്നിരിക്കുന്നു. പാണിഗ്രഹണം, അഗ്നിസാക്ഷി പാണിഗ്രഹണം ചെയ്ത നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി നീ എനിക്ക് ഭാര്യയല്ല, എന്റെ ശരീരം നീ തൊട്ടുപോകരുത്. ഒരിക്കൽ കൈകേയിയോട് കാമാന്തനായ ദശരഥ മഹാരാജാവിന് ഇപ്പോ കൈകേയിയെ കാണുക എന്ന് പറഞ്ഞാൽ പോലും ഒരു ഭാഷയുണ്ടല്ലോ നമ്മുടെ ഇടയിൽ, എന്ത് അഷ്ടചതുർത്ഥിയാണെന്ന്, കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അത്രമാത്രം നിന്ദ്യമായി തീർന്നു. ആ കൈകേയി ദേവി വെറുത്തുപോയി. എന്നിട്ട് സേവകന്മാരോട് പറയണം, നിങ്ങൾ എന്നെ താങ്ങിയെടുത്ത് കൗസല്യാദേവിയുടെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകണമെന്ന്. എല്ലാവരും കൂടി ദശരഥ മഹാരാജാവിനെ താങ്ങിയെടുത്തു കൗസല്യാദേവിയുടെ വീട്ടിലേക്ക്. ഇനി നമ്മളെ കൊണ്ടുപോകുന്നത് ശ്രീരാമസ്വാമിയുടെ വനയാത്രയാണ്. ശ്രീരാമസ്വാമി നോക്കുമ്പം വലിയൊരു പടയാണ് തന്റെ പുറകിൽ പുറപ്പെട്ടിരിക്കുന്നത്. അവര് ഏറെക്കുറെ കാട്ടിൽ ഉള്ളിലേക്ക് എത്തിയപ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞു. ശ്രീരാമസ്വാമി അന്ന് രാത്രി അവിടെ തങ്ങാൻ നിശ്ചയിച്ചു. സുമന്ത്രരും ലക്ഷ്മണനും കൂടി ചേർന്ന് ശ്രീരാമസ്വാമിക്കും സീതയ്ക്കും കിടക്കാൻ വേണ്ടി ഒരു വൃക്ഷച്ചുവട്ടിൽ ഇലകളൊക്കെ വിരിച്ചു. പൗരജനങ്ങളതൊക്കെ കണ്ട് ഉച്ചത്തിൽ കരഞ്ഞു. കുറെ കഴിഞ്ഞ് തളർന്ന് അവരെ ഉറങ്ങി. പുലർച്ചെയായപ്പോ ശ്രീരാമസ്വാമി സുമന്ത്രരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരെണീക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടുകൊള്ളണം, അല്ലെങ്കിൽ ഇവര് നമ്മുടെ പിന്നാലെ വരും. സുമന്ത്രരോട് പറയണം, തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ തേരോടിക്കുമെന്ന്. കുറച്ചു ദൂരം അയോധ്യയിലേക്ക് വന്നപ്പോ ഗംഗാതീരത്തെത്തുന്ന സമയത്ത് ശ്രീരാമസ്വാമി പറഞ്ഞു, ഇനി അവിടുന്ന് പോവണം, ഞങ്ങൾ കാൽനടയായിട്ട് കാട്ടിലേക്ക് പോയിക്കൊള്ളാമെന്ന്. ആ സുമന്ത്രരു ശ്രീരാമസ്വാമിയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയും, അങ്ങില്ലാത്ത രാജ്യം ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ കാട്ടിൽ ഞങ്ങൾക്കും അങ്ങയെ സേവിച്ചുകൊണ്ട് കൂടാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര ഭാഗ്യമായിരുന്നു എന്ന് പറയുമ്പോൾ പറയും, അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ തളർന്നിരിക്കുകയാണ്. അച്ഛനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. കൈകേയി ദേവിയെ അച്ഛന്റെ കൊണ്ട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അച്ഛന്റെ ഉള്ളിൽ നിന്നും വരാൻ അനുവദിക്കരുത്. അച്ഛൻ അത്രമാത്രം ദേഷ്യം വന്നിരിക്കുന്നു കൈകേയി ദേവിയോട്. അമ്മയെയും അച്ഛനെയും 14 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കാണുന്നുണ്ട്, അവർക്കൊക്കെ ക്ഷേമമുണ്ടാവട്ടെ. അച്ഛനോട് പറയണം, ഞങ്ങളെപ്പോഴും അച്ഛന്റെ സ്മരണയിൽ കാട്ടിൽ ജീവിക്കും എന്നുള്ളത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആ ശ്രീരാമസ്വാമി സുമന്ത്രരുവിനെ തിരിച്ച് യാത്രയാക്കുകയാണ്. വേദനയോടെ ഒരു വേർപാടിന്റെ ദുഃഖവും താങ്ങിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും സീതാദേവിയും ചേർന്ന് ഗംഗയുടെ തീരത്തേക്ക് വരുമ്പം അവിടെയായിരുന്നു അന്ന് നിഷാദവംശത്തിലെ രാജാവായ
ഗുഹൻ താമസിച്ചത്. ദശരഥ മഹാരാജാവിന്റെ പുത്രൻ, മൂത്തപുത്രൻ രാമനെ പണ്ട് കണ്ടിരുന്നു. വിശ്വാമിത്ര മഹർഷി കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഇപ്പോഴിതാ ഒരിക്കൽ കൂടി കാണാൻ വന്നപ്പോ ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്റെ കുലത്തെ പവിത്രമാക്കിക്കൊണ്ട് വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് വന്ന ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. രാമചന്ദ്ര പ്രഭു നമസ്കാരം. ഇവൻ അങ്ങയുടെ ദാസനാണ്. ഈ രാജ്യം മുഴുവൻ അങ്ങയുടേതാണ്. എന്ത് സേവനമാണ് എനിക്ക് അങ്ങേക്ക് ചെയ്യാനുള്ളത് എന്ന് ശ്രീരാമസ്വാമി ഉണ്ടായ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. 14 വർഷം കാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ടവരാണ്. എവിടെയെങ്കിലും കാടിന്റെ ഒരു ഭാഗത്തിരിക്കണം. പറഞ്ഞു, എന്തിനാ സ്വാമി ദൂരെ അന്വേഷിക്കുന്നത്? അടിയന്റെ വീട്ടിൽ താമസിക്കൂ, എല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കിത്തരാലോ സ്വാമി. ഇത് സ്വാമിയുടെ വീടാണ്. സ്വാമിയെ സേവിച്ചുകൊണ്ട് 14 വർഷം ജീവിക്കാൻ എനിക്കും ഒരു ഭാഗ്യം കിട്ടിയല്ലോ. ഉടനെ പറയും, ഗുഹൻ, ഞാൻ 2 പ്രതിജ്ഞയിലാണ് കാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഒന്ന്, ആരിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കുകയില്ല, ആരുടെയും ഗൃഹത്തിൽ താമസിക്കുകയില്ല. ഞാൻ നിലത്ത് കിടന്നുറങ്ങി ഫലമൂലാദികൾ കഴിച്ചുകൊണ്ട് 14 വർഷം വനവാസം ചെയ്യുന്നു. ശ്രീരാമസ്വാമി സ്വയം എടുത്ത തീരുമാനമാണത്. എനിക്ക് ചെയ്തു തരേണ്ടത്, എനിക്ക് കുറച്ച് ക്ഷീരം കൊണ്ടുതരണം, വടവൃക്ഷത്തിന്റെ പാല് കൊണ്ടുതരണം. എന്തിനാണ് സ്വാമി? ഈ മുടിയെ ജടയാക്കി മാറ്റാൻ. ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും സീതാദേവിയും തങ്ങളുടെ മുടിയിൽ ആ പാലൊഴിച്ചുകൊണ്ട് അതിനെ ജടയാക്കി മാറ്റി. അന്ന് രാത്രി അവരവിടെ താമസിക്കുകയാണ്. കഴിക്കാൻ വേണ്ടി ഫലമൂലാദികളൊക്കെ ശേഖരിച്ചു. ഒരു വൃക്ഷച്ചുവട്ടിൽ ദർഭപ്പുല്ലുകളും മറ്റും വിരിച്ചുകൊണ്ട് ശ്രീരാമസ്വാമിക്ക് പട്ട് ഒരുക്കി. ലക്ഷ്മണനും അതുപോലെ തന്നെ ഗുഹനും ഈ കാഴ്ച കണ്ട് കരയും. പട്ടുകിടക്കയിൽ കിടക്കേണ്ടുന്ന രാമൻ ഇന്നിതാ കിടക്കുന്നത് വെറും മണ്ണിൽ. സീതയാണെങ്കിലോ പാവം ഭർത്താവിനെ പരിചരിക്കുന്നതിന്റെ പേരിൽ മണ്ണിൽ കിടക്കേണ്ടി വന്നിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഗുഹന് വലിയ വിഷമമായി. ആ ഗുഹൻ ശ്രീരാമസ്വാമിയുടെ അവസ്ഥ കണ്ടിട്ട് പറയാണ്, ഇതിനെല്ലാം കാരണം ആരാണ്? കൈകേയിയല്ലേ കാരണം. അതുകൊണ്ട് ആ കൈകേയി ദുഷ്ട എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു സംവാദം വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗുഹനും ലക്ഷ്മണനും കൂടി നടത്തുന്നൊരു സംവാദമുണ്ട്. വളരെ മനോഹരമായൊരു ഭാഗം പറയുന്നു. ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കിയത് കൈകേയിയാണ് എന്ന് ഗുഹൻ പറഞ്ഞപ്പോ ഇത് കേട്ട സമയത്ത് ശ്രുത്വാ ഗുഹോക്തികൾ ഇത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമത്രേ ശൃണു മൽവചനം രാമഭദ്രനാമം ജപിച്ചീടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതു ജഗത്രേ കസ്യ സുഖസ്യ വാ കോ ഹേതു സഖേ. ആരാണ് ആരുടെ ദുഃഖത്തിന് ഹേതു? ആരാണ് ആരുടെ സുഖത്തിന് ഹേതു? പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. രാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണിത്. ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റുകൾ ഇല്ലാതെയാക്കാം. രാമായണം എടുത്തു പറയുന്നത് 2 കാര്യമാണ്. ഒന്ന്, കംപ്ലൈന്റുകൾ ഇല്ലാത്തവനാവുക. രണ്ടാമത്തത്, വേണ്ടാത്തത് ചിന്തിച്ചുകൊണ്ട് ദുഃഖിക്കുന്നവരാവാതിരിക്കുക. നഷ്ടങ്ങളെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കുക. വരാൻ പോകുന്നതിനെക്കുറിച്ച് കംപ്ലൈന്റുകളില്ലാത്തവരായിത്തീരുക. ഇത് നമുക്ക് വളരെ വളരെ ചിന്തനീയമാണ്. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ ആ ദുഃഖങ്ങൾക്ക് കാരണം അന്വേഷിക്കുന്നവരാണ്. കാരണം അന്വേഷിക്കുക മാത്രമല്ല, പെട്ടെന്ന് നമ്മൾ അതിന് ആൻസർ കണ്ടെത്തും. എന്താ ആൻസർ? എന്റെ ദുഃഖത്തിന് കാരണം ദേഹമാണ്, ഇയാളാണ്, ഇയാളാണ്. ഞാൻ ചെയ്തു വച്ചിരിക്കുന്ന കർമ്മത്തിന്റെ പ്രതിഫലനം അയാളിലൂടെ എനിക്ക് കിട്ടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ കാണാത്തതാണ് ജീവിതം, കാണുന്നതല്ല ജീവിതം. കാണുന്നതിനേക്കാൾ കൂടുതൽ കാണാനിരിക്കുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ പറ്റുമോ? അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് കാണാൻ പറ്റാത്തവരാ നമ്മൾ, അല്ലേ? ഇതുപോലെയാണ് കർമ്മത്തിന്റെയും. പലപ്പോഴും നമുക്കത് മനസ്സിലാവില്ല. പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് വിവേകമുള്ളവരെപ്പോഴും ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാൻ എന്ത് വേണം? ആക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി. ഇത് നമ്മൾ പരിശീലിക്കണം. ഇപ്പോൾ ഞാനൊരു ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ
അതിന്റെ കർമ്മം നേരത്തെ തന്നെ ഞാൻ ചെയ്തു. ഇവൻ കുട്ടികൾക്ക് പോലും അതിന്റെ ഒരു വിവേകമുണ്ട്. ചെയ്തു വച്ചിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം അന്ന് കിട്ടിക്കൊള്ളുന്നില്ല. അതിന്റെ അർത്ഥം മനസ്സിലായിട്ട് വരുമ്പോഴേക്കും കുറച്ച് കഴിയും, താമസം എടുക്കും. പക്ഷെ അത് വേറെ വല്ലവരിലൂടെ അത് കിട്ടിയിരിക്കും. കർമ്മസിദ്ധാന്തം ആദ്യമായി വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്ന ഒരു ശാസ്ത്രമാണ് രാമായണം. സകല പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ ചെയ്ത കർമ്മങ്ങളാണ്. അതിനെയാണ് നമ്മൾ പ്രാരബ്ധം എന്ന് വിളിക്കുക. പലരും ഉണ്ടല്ലോ പ്രാരബ്ധത്തിൽ കുരുങ്ങി നിൽക്കുന്നവരാണ്. പ്രാരബ്ധം മാത്രമല്ല നമുക്കുള്ളത്, പ്രാരബ്ധവുമുണ്ട്, പുരുഷാർത്ഥവുമുണ്ട്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ പ്രാരബ്ധങ്ങൾ വരുന്ന സമയത്ത് മനസ്സിനെ പ്രാരബ്ധങ്ങളിൽ കുരുക്കിയിടാതെ അതിൽ നിന്നും ഉയർത്തണം. അതാണ് രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ ശ്രീരാമസ്വാമിയും സീതയും പോവാൻ നേരത്ത് അച്ഛനെ വിട്ടുപിരിയുന്നൊരു നേരം എനിക്ക് എഴുത്തച്ഛന്റെ രാമായണത്തിലൊരു ഭാഗം കാണാം. ശ്രീരാമ സീത രഹസ്യം വാമദേവൻ ദശരഥ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കും. അങ്ങ് കരയേണ്ടതില്ല, അവര് വന്നിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിലാണ്. ഇവര് കാട്ടിലേക്ക് പോകുന്നത് രാവണനെ കൊല്ലണം എന്നൊരു ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് അങ്ങ് ഇതിൽ കുരുക്കി കരയരുതെന്ന് പറയും. അങ്ങ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ രാമനെ ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്, രാമരാമേതി ജപിക്കുകയാണ് വേണ്ടത്. അതുപോലെ പ്രാരബ്ധങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്, വന്നിരിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്, ആ ദുഃഖങ്ങളെ നേരിടാൻ ഈശ്വരപ്രേമത്തോടെ ഭഗവത് സ്മരണയാണ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ചെയ്തതാണ്, ഇത് എന്റെ കർമ്മത്തിന്റെ റിയാക്ഷനാണ്. കാരണം പ്രകൃതിയുടെ നിയമം എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് ഞാൻ തന്നെ അനുഭവിക്കുന്നു. ഇത് പറയാൻ എളുപ്പമാണ് നമുക്ക്. ഇത് എളുപ്പം പറയാൻ പറ്റിയൊരു സ്റ്റേറ്റ്മെന്റാണ്. വാട്ട് യു സോ ദാറ്റ് യു വിൽ റീപ്പ് എന്ന് പറയാൻ എളുപ്പമാണ്. അങ്ങനെയാണല്ലോ പ്രപഞ്ച നിയമം. മറ്റൊരാളിലൂടെ നമ്മൾ വേദനകൾ അനുഭവിക്കുമ്പോൾ നമ്മളിത് പറയണം. ഈസ് ഓൺലി എ ഇൻസ്ട്രുമെന്റ്, ഈസ് ഓൺലി എ ടൂൾ, ഈസ് ഓൺലി എ ഒരു മീഡിയം മാത്രമാണ്. ഞാൻ ചെയ്തത് അയാളിലൂടെ ഈശ്വരൻ എനിക്ക് എത്തിച്ചു തന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് ആ വ്യക്തിയോട് വെറുപ്പുണ്ടാവില്ലേ പിന്നെ. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ ഉയരുമ്പോണ്ടല്ലോ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വരുന്ന സകല വിഷമങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവും കൂടും. ആ വിഷമങ്ങളിൽ നിന്നും ദുഃഖിച്ചിരിക്കാതെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഉയർത്താനുള്ള ശക്തിയും വർദ്ധിക്കും. ഇതിനെയാണ് സ്വീകരിക്കാനും അതുപോലെ തന്നെ ഉയർത്താനുമുള്ള കഴിവ് എന്ന് പറയുന്നത്. ആധ്യാത്മികതയുണ്ടല്ലോ നമുക്ക് ശക്തിയാണ് തരുന്നത്, ബുദ്ധിയാണ് തരുന്നത്. ഭഗവാൻ ഗീതയിൽ എടുത്തു പറയുന്നുണ്ടത്. അത് പലപ്പോഴും ഭക്തന്മാരെ മനസ്സിലാക്കുന്നില്ല. ഇന്ന് ഭക്തന്മാർക്കാണ് തീരെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലാത്തത്. പലരൊന്ന് ബാർഗെയിൻ ചെയ്യാണ് ഭഗവാനോട്, പറയാണ് ഇത്ര കാലം ഞാൻ ഗുരുവായൂർ വന്നില്ലേ, ഇത്ര കാലം ഞാൻ തൊഴുതില്ലേ, എന്നിട്ടെന്താ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തരുന്നത് എന്ന്. ഭഗവാൻ ഗീതയിൽ പറയുന്നു, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തിതേ. ആരാണോ പ്രേമത്തോടെ എന്നെ ഭജിക്കുന്നത് അവർക്ക് ഞാൻ കൊടുക്കുന്നത് ബുദ്ധിയോഗമാണ്, ആക്സെപ്റ്റ് ചെയ്യാനും ഉയരാനുമുള്ള കഴിവാണ്. അതാണ് ഭഗവാൻ നമുക്ക് തരുന്നത് പ്രിയാണ്. ഒരു ഭക്തൻ ഒരിക്കലും എന്താവരുത്, കംപ്ലൈന്റ് ബോക്സുകളാവരുത്. അമ്പലത്തിലൊന്നും ഒരു കംപ്ലൈന്റും പറയരുത് ചെന്നിട്ട്. അമ്പലത്തിലുള്ളവർ ചെയ്യുന്നതിലല്ല കംപ്ലൈന്റ്. അല്ലാതെ തന്നെ ചിലരുണ്ടല്ലോ മുന്നിൽ ചെന്നു കഴിഞ്ഞാൽ ഭർത്താവ് ശരിയില്ല, ഭാര്യ ശരിയില്ല, മക്കള് ശരിയില്ല, നാട്ടുകാർ ശരിയില്ല, പിന്നെ ആരാ ശരിയില്ലാത്തത്? ഭഗവാൻ പറയും ഇവിടെ ഒരാളെ നേരെയില്ലാത്തതുള്ളൂ എന്ന്. ആര്? നീ തന്നെ നേരെയില്ല എന്ന്. എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യം? അവനവൻ നേരെയാവാതെ വേറൊരാളെ നേരെയാക്കാൻ ശ്രമിക്കരുത് പ്രിയാണ്. നമ്മളെ നേരെയാക്കാതെ നമ്മൾ മറ്റുള്ളവരെ നേരെയാക്കാൻ വിചാരിക്കരുത് എന്ന്. നമ്മളെ നേരെയാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തനുഭവത്തെയും ഉൾക്കൊള്ളാനും അതിനെ അഭിമുഖീകരിക്കാനുമുള്ള ശക്തി നേടലാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തിന് സഫർ ചെയ്യണം? ഇഫ് അതേഴ്സ് ആർ റെസ്പോൺസിബിൾ, വൈ ഐ ഷുഡ് സഫർ? അപ്പോഴാണല്ലോ നമ്മൾ കേസും കൂട്ടവും ഒക്കെ ആയിട്ട് പോകുന്നത്. അവിടെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, മറ്റുള്ളവര് അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കർമ്മസിദ്ധാന്തത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം.
കർമ്മത്തിന്റെ നിയമം എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് മാത്രമേ. അപ്പൊ വീണ്ടും ഇതിലൊരു പ്രശ്നം വന്നു. ഒരാൾ ബോംബ് വെക്കുന്ന സമയത്ത് കുറെ ആളുകൾ മരിക്കുന്നുണ്ടല്ലോ, അവരെല്ലാവരും ഒരേ കർമ്മം ചെയ്തിട്ടുണ്ടാവുമോ? ഇല്ലേ? ഒരു ബോംബ് വെച്ചിട്ട് കുറെ ആളുകൾ മരിക്കണോ? അതുപോലെ ഒരു ആക്സിഡന്റിൽ കുറെ ആളുകൾ ഒന്നിച്ചു മരിക്കണോ? എന്താ അങ്ങനെ ഒന്നിച്ചു മരിക്കുമ്പോൾ ആ കർമ്മം അങ്ങനെ വന്നത്? അതിനൊക്കെ ഉള്ള ഉത്തരം, അവർക്കും അത് അനുഭവിക്കാനുള്ള ഒരു നിയോഗം ഉണ്ടെങ്കിലേ അവരതിൽ ചെന്നുപെടുകയുള്ളൂ. ഇതില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഈ പാമ്പ് വിഷം ഇറക്കുന്ന ആളുകളുണ്ടല്ലോ, വിഷവൈദ്യന്മാര്, ചില ദിവസങ്ങളിലൊക്കെ ഈ വിഷവൈദ്യന്മാര് രോഗിയെ കാണാതെ പറയും തന്റെ ശിഷ്യന്മാരോട്, ഇന്ന് തെക്ക് ഭാഗത്തുനിന്ന് ഒരു പാർട്ടി വരൂട്ടോ എന്ന് പറയണം, അങ്ങോട്ട് കയറണ്ടാന്ന്, കാലപ്പാമ്പാണ്, രക്ഷപ്പെടില്ല എന്ന്. അപ്പൊ കടിച്ചിരിക്കുന്നത് അന്തകനായ പാമ്പാണെന്നും രക്ഷപ്പെടില്ല എന്നും രോഗിയെ കാണുന്നതിന് മുമ്പ് തന്നെ പറയാൻ പറ്റുന്ന വൈദ്യന്മാരിവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കർമ്മത്തിനൊരു ഫലം അത് നമുക്ക് കാണാതെ തന്നെ ചില പറയാൻ പറ്റുന്ന പണ്ഡിതന്മാർ ഈ ഭാരത മണ്ണിലുണ്ടായിരുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വൈഷമ്യങ്ങൾക്ക് കാരണം നമ്മുടെ തലയിലെഴുത്തെന്ന് പറയുന്നതിന് പകരം ഞാൻ ചെയ്തു വച്ചത് എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതിൽ ഞാൻ പരാതി പറയല്ല വേണ്ടത്, ദുഃഖിച്ചിരിക്കല്ല വേണ്ടത്. ഭഗവത് സ്മരണയോടുകൂടി ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ കർമ്മഫലത്തിന്റെ പിടിയിൽ നിന്നും എന്നെ മുക്തമാക്കി എനിക്കും ഒരു രത്നാകരനിൽ നിന്നും വാൽമീകിയായി ഉയരാൻ സാധിക്കും. എന്നെ ഒരു പരിവർത്തനം ചെയ്യാൻ എനിക്ക് സാധിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അങ്ങനെ അമിതമായി ഒന്നിനോടും ഒരാസക്തിയും ഒരടുപ്പവും കാണിക്കേണ്ട. ആസക്തിയും അടുപ്പവും അറ്റാച്ച്മെന്റും കാണിക്കുമ്പോഴാണ് അവര് നമ്മളെ വേദനിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. പറയുന്നു, കാണിക്കേണ്ടുന്ന വികാരം ഭോഗം വിധീകൃതം, വർജിക്കുകയും വേണ്ട. എന്ത് ജീവിതത്തിൽ വരുന്നുണ്ടോ അതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. അക്സെപ്റ്റൻസ് വർദ്ധിപ്പിക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഭൂതകാലത്തിന്റെ സ്മരണയിലും ഭാവിയിൽ എന്തൊക്കെയോ നേടിയെടുത്ത് ജീവിതം ധന്യമാക്കാമെന്നും വിചാരിച്ച് ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഇരുന്ന് ജീവിച്ചാൽ ജീവിതം തകരും. ഇപ്പോ ഈ നിമിഷം എന്ത് സംഭവിക്കുന്നുവോ, ഇപ്പോ ഈ നിമിഷം അനുകൂലമായതാണോ പ്രതികൂലമായതാണോ രണ്ടിനെയും സ്വീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാന്റെ നിശ്ചയമാണ്, ഭഗവത് അനുഗ്രഹമാണ്, കാരുണ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ കൂടെ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ ജീവിതം ധന്യമാക്കിയെടുക്കാം. മനസ്സിനെ ഇരുത്തേണ്ടത് ഭഗവാനിലും ശരീരം ലോകത്തിലും സഞ്ചരിക്കട്ടെ എന്ന് പറയാണ്. ഭഗവാന്റെ വാഹനം ഗരുഡനാണ്. ഗുരുവായൂരപ്പൻ വാഹനമായി സ്വീകരിച്ചത് ഗരുഡനെയാണ്. ഗരുഡന്റെ ഒരു പ്രത്യേകത, പക്ഷികളുടെ ഒരു പ്രത്യേകത, അത് പറന്ന് 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 ചിലപ്പോ മരക്കൊമ്പിൽ വന്നിരിക്കും. ഒരിക്കൽ മരക്കൊമ്പിൽ വന്ന് പക്ഷി ഇരുന്നപ്പോ കൊമ്പ് പൊട്ടി കൊമ്പ് താഴേക്ക് വീണു. കൊമ്പ് പൊട്ടി കൊമ്പ് താഴേക്ക് വീഴുമ്പോഴും ഒരു പക്ഷിയും ഇന്നേ വരെ താഴോട്ട് വീണിട്ടില്ല. കൊമ്പിലിരിക്കുമ്പോഴും പക്ഷിക്കറിയാം തന്റെ ആശ്രയം ചിറകുകളാണ്. ഇതുപോലെ ഈ ലോകമാകുന്ന ബന്ധങ്ങളാകുന്ന ബന്ധുക്കളാകുന്ന കൊമ്പുകളിൽ ഇരിക്കുമ്പോഴും മനസ്സാകുന്ന ചിറകിനെ ഭഗവത് പ്രേമത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പറക്കുന്നതെങ്കിൽ ഒരു കൊമ്പ് വീണാലും നമ്മൾ ഒരിക്കലും വീഴുകയില്ല. ഇതിന് ഗരുഡനെ നമ്മൾ ഉപാസിക്കണമെന്ന് പറയാണ്. അല്ലാതെ ഓം ഗരുഡായനമാവും ഗരുഡസ്വായനമാവും ഗരുഡായെന്ന് പറഞ്ഞിട്ട് കുറെ മന്ത്രം ചൊല്ലിയതുകൊണ്ട് എന്ത് കാര്യം? അതിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉയർത്താനുള്ള ഉത്കൃഷ്ടമായ പാഠങ്ങളെ നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണം. മനസ്സിലായില്ലേ? ഒരു കാര്യത്തിലും കരയാനോ തളരാനോ പതറാനോ നമ്മളെ അനുവദിക്കരുത്. ഇന്ന് പലരും ഉണ്ടല്ലോ ജീവിതത്തെ വളരെ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. ലൈഫ് ഈസ് മിസറി എന്നാണ് പലരുടെയും വ്യാഖ്യാനം. ജീവിതം എന്ന് പറഞ്ഞാൽ സുഖമുണ്ട് ദുഃഖമുണ്ടെന്ന്. അങ്ങനെയല്ല ജീവിതം. ജീവിതത്തിന്റെ അനുഭവങ്ങൾ സുഖദുഃഖങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഞാൻ സുഖത്തിലും ദുഃഖത്തിലും തളരാതെയും പതറാതെയും കടന്നു പോകണമെങ്കിൽ എനിക്ക് അതിനെയെല്ലാം സ്വീകരിക്കാനും അതിനെയെല്ലാം അഭിമുഖീകരിക്കാനും സാധിക്കണം. ഇത് എങ്ങനെ കിട്ടും? എനിക്ക്
അതിനെന്റെ മനസ്സിനെ ഞാൻ എങ്ങോട്ട് ഉയർത്തേണ്ടതുണ്ട്? ഭഗവത് സ്മരണയിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. വർത്തമാനകാല ജീവിതത്തിന്റെ അനുഭവങ്ങളെ സ്വീകരിക്കാൻ അപ്പോഴേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഇപ്രകാരം പറഞ്ഞ് ഗുഹനെ സാന്ത്വനിപ്പിച്ചു ലക്ഷ്മണൻ.